بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي الهاشمي العربي القرشي الأبطحي الزمزمي المكي المدني وعلى آله وصحبه وسلم أشهد أن لا إله إلا الله وأشهد أن محمد رسول الله കേരളം മതങ്ങളെയും സംസ്കാരങ്ങളെയും ഭാഷകളെയും വേഷങ്ങളെയും ഉൾക്കൊണ്ടൊരു നാടാണ്. കേരളമെന്ന ഈ കൊച്ചു സംസ്ഥാനം വിവിധ ഭാഷകൾ കലർന്നതാണ് നമ്മുടെ മലയാളം എന്ന് പറയുന്നത് തന്നെ. മലയാളത്തിന് അക്ഷരം വരുന്നതിന് മുമ്പ് അറബി കൊണ്ട് മലയാളം എഴുതിയിട്ടുണ്ട്. തമിഴ് അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് മലയാളികൾ പഠനം നടത്തിയിട്ടുണ്ട്. കേരളക്കരയിൽ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ആശയങ്ങൾ ഉയർന്നു വന്ന സമയത്ത് അവയെ മുഴുവനും നിഷ്കാസനം ചെയ്യാൻ ഇവിടുത്തെ പണ്ഡിതന്മാർ, യതിവര്യന്മാർ മാതൃക കാണിച്ചിട്ടുണ്ട്. അധിനിവേശ ശക്തികളോട് തോളോട് തോൾ ചേർന്ന് പ്രതിരോധിച്ച കേരളത്തിൻ്റെ മക്കൾ, ഹിന്ദുവും മുസൽമാനും ക്രിസ്തുവും യഹൂദനും ഒന്നുപോൽ ചേർന്ന് പ്രവർത്തിച്ച ഈ നാട്, ചെത്തിയും ചെമ്മന്തിയും ചെമ്മരുത്തിയും ചാര പിച്ചക ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ എന്ന് അതിനെ വർണ്ണിച്ചുകൊണ്ട് കവികൾ പാടിയിട്ടുള്ള നാട് ഈ മലപ്പുറം. മലപ്പുറത്തുകാരൻ ഒരു മഹാമനീഷിയുടെ മസാറ് നമുക്ക് ഇസ്തംബൂളിൽ കാണാം. ലോക ഭരണകൂടത്തിൻ്റെ കേന്ദ്രമായിരുന്ന കുസ്റ്റാന്റിനോപ്പിൾ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലതുഫ്തഹന്നൽ ഖുസ്തുന്തീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ വിൽ ബി കോൺകേർഡ്. കോൺസ്റ്റാന്റിനോപ്പിൾ കോൺകേർഡ്. ഏതാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ? ലനിഅ്മൽ അമീറു അമീറുഹാ വലനിഅ്മൽ ജയ്ഷു ദാലിക്കൽ ജയ്ഷ്. ഏറ്റവും മാനവികതയുള്ള, സൗഹാർദ്ദമുള്ള, ഏറ്റവും കരുത്തുള്ള, ഈമാനുള്ള, വിശ്വാസമുള്ള ഒരു സമൂഹവും അതിൻ്റെ കരുത്തുറ്റ നായകനുമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത്. അത് മുഹമ്മദുൽ ഫാത്തിഹ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. 600 കൊല്ലം ലോകത്ത് അടക്കി ഭരിച്ച മഹാ ഓട്ടമൻ എംപയർ എന്ന് പറയുന്ന ഉസ്മാനിയ ഖിലാഫത്ത്, മഹ്മൂദ് സാനി, അബ്ദുൽ ഹമീദ് സാനി, ടോപ്പ് കാപ്പ് മ്യൂസിയത്തിന് സമീപം വിശാലമായ ചത്വരത്തിൽ ഒരു ഭാഗത്ത് സുൽത്താൻ അഹമ്മദ് മസ്ജിദ് ഉണ്ട്, ബ്ലൂ മോസ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ടോപ്പ് കാപ്പി മസ്ജിദ് ഉണ്ട്, അയാസോഫിയായുണ്ട്. അതിനപ്പുറത്ത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സാനിയുടെ മസോളിയം. അതിനു ചാരത്ത് ധാരാളം തല ഉയർത്തി നിൽക്കുന്ന മീസാൻ കല്ലുകൾ. അതിലൊന്നിൽ എഴുതിയത് കാണാം ഫസിൽ പാഷ. ഫസിൽ പാഷ എന്ന് പറയുന്നത് സയ്യിദ് ഫضൽ പൂക്കോയ തങ്ങൾ, പൂക്കോയാൻ്റെ റാത്തീബ്, ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള, ഈ നാടിന് അറിവ് പകർന്നിട്ടുള്ള, ഈ നാടിൻ്റെ മോചനത്തിനു വേണ്ടി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ കരുത്തുള്ള നായകനായി പ്രവർത്തിച്ച സയ്യിദ് ഫസിൽ തങ്ങളവറുകളുടേതാണ് ആ മസാറു ഷരീഫ്. അവർ ലൊഫാറിൻ്റെ ഭരണാധികാരി, ഗവർണറായിരുന്നു, ഇസ്തംബൂളിലെ മിനിസ്റ്ററായിരുന്നു. അവരുടെ പിതാവ് സയ്യിദ് അലവി തങ്ങൾ, അവരാണ് നമ്മോടൊപ്പം ഇവിടെയുള്ളത്, മമ്പുറം തങ്ങൾ ഉപ്പാപ്പ.
ഇന്നും കേരളീയൻ്റെ ആത്മാവിൻ്റെ ഊർജമാണ് മമ്പുറം തങ്ങൾ. ആത്മീയ ഗുരുവാണ്. ഇമാമും ഖത്തീബുമായി, ദിക്റും സ്വലാത്തുമായി, ഉപദേശങ്ങളും ചികിത്സയുമായി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിലകൊള്ളുമ്പോൾ ബ്രിട്ടീഷുകാരനെതിരെ, പാശ്ചാത്യ ശക്തികൾക്കെതിരെ ഇവിടുത്തെ സർവ്വമതസ്ഥരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്നത് മമ്പുറം തങ്ങളാണ്. വർണ്ണവിവേചനത്തിൻ്റെയും ജാതീയ ഉച്ചനീചത്വത്തിൻ്റെയും പേരിൽ മനുഷ്യരെ തട്ടുകളായി കാണുന്നൊരു കാലമായിരുന്നു അത്. മാനായ ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം ഖദ്ദസല്ലാഹു സിർറഹു അവർകൾ തുഹ്ഫത്തുൽ മുജാഹിദീനിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ കാലഘട്ടത്തിലെ വർണ്ണവിവേചനത്തെക്കുറിച്ച്. അന്ന് തങ്ങളുടെ അടുത്താണ് അത്തരമൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഹിന്ദുക്കൾ വന്ന് പറയുന്നത്. താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്ന സമൂഹത്തിന് അവർക്ക് ആഘോഷിക്കാൻ സ്ഥലം കിട്ടുന്നില്ല, അവരെ ആരും എവിടെയും ആഘോഷങ്ങൾ നടത്താൻ അനുവദിക്കുന്നില്ല എന്ന് തങ്ങളോട് പരാതി പറയുമ്പോൾ കളയാട്ടമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അവിടെ പോയി നിങ്ങളുടെ കളയാട്ടം നടത്തിക്കൊള്ളൂ, ഒരാളും നിങ്ങളെ എതിർക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് മമ്പുറം തങ്ങൾ കോന്തുനായരെ കൂടെ കൂട്ടിയത് ഈ നാടിൻ്റെ മതമൈത്രിയുടെ സന്ദേശമായിട്ടായിരുന്നു. പൊന്നാനിയിലെ ഖാദിയായിരുന്ന മഹാനായ ശുജാഇ മൊയ്ദ് മുസ്ലിയാർ റഫഅ അല്ലാഹു ദറജതഹു വനഫഅനാ ബിഉലൂമിഹി വഅസ്റാരിഹി, വലിയ കവിയും സാഹിത്യകാരനും മഹാപണ്ഡിതനും ഷെയ്ഖും മുറബ്ബിയുമായിരുന്ന ശുജാഇ ഉസ്താദ് അവർ നാട് ഹജ്ജിന് പോകുമ്പോൾ അവിടുത്തെ സമ്പത്ത് മുഴുവനും വിറ്റ് അത് വിതരണം ചെയ്തിട്ടാണ് പോകുന്നത്. അന്ന് മഹാനവർകൾ അവരുടെ സമ്പത്ത് ഓഹരി ചെയ്യുമ്പോൾ തൻ്റെ കുടുംബക്കാർക്കല്ല കൊടുത്തത്, തൻ്റെ നാട്ടുകാർക്കും തൻ്റെ അയൽവാസികൾക്കും ജാതിയും മതവും നോക്കാതെ എല്ലാവർക്കും കൊടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഉമറുൽ ഖാദി ബിലങ്കൂത്തി അവരുടെ മഹത്തായ ചരിത്രമാണ് സി ഹരിദാസ് ഈ പ്രായം ചെന്ന അവസ്ഥയിലും നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഉമറുൽ ഖാദി തങ്ങളുടെ ജീവിതം അങ്ങനെ നമ്മുടെ നാട്ടിൽ ജീവിച്ച മഹത്തുക്കൾ, പൂർവ്വകാലത്ത് കഴിഞ്ഞവർ, സമീപകാലത്ത് ജീവിച്ചവർ, മഹാനായ കുണ്ടൂർ ഉസ്താദ്, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹും വനഫഅനാ ബിഉലൂമിഹിം, അവരൊക്കെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ നാടിൻ്റെ ജനങ്ങൾ അവർ സ്നേഹത്തോടെ കഴിയുന്നു, സൗഹാർദ്ദത്തോടെ കഴിയുന്നു. അത് തകർക്കാൻ എവിടെയെങ്കിലും ശ്രമങ്ങൾ നടന്നാൽ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മഹത്തുക്കളായ ഉലമാക്കൾ, യതിവര്യന്മാർ, സ്വാമിജികൾ അവരെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. കോട്ടക്കൽ ആയുർവേദത്തിൻ്റെ നാടാണ്, ആയുർവേദത്തിൻ്റെ നാട്. ആയുർവേദം എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ഹെൽത്ത്, ആരോഗ്യത്തിൻ്റെ പുസ്തകമാണത്. ആയുഷ് എന്ന് ഇന്ത്യ ഗവൺമെൻറ് വിളിക്കുന്ന ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോ, അക്യുപഞ്ചർ ആൻഡ് യോഗ തുടങ്ങി ചൈനീസ് മെഡിസിൻ ഉൾപ്പെടെയുള്ള ടിബറ്റൻ മെഡിസിൻ ഉൾപ്പെടെയുള്ള ആരോഗ്യത്തിന് വേണ്ടി പ്രാദേശിക തലങ്ങളിൽ ഉയർന്നു വന്ന വൈദ്യശാസ്ത്രത്തെ ഇന്ത്യ ഗവൺമെൻറ് വലിയ പ്രാധാന്യത്തോടെ കാണുകയും അതിന് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. കോട്ടക്കൽ വൈദ്യത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട നാടാണ്. കോട്ടക്കൽ ആര്യവൈദ്യശാല നടത്തിയിരുന്ന VS വാരിയർ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുല്ലാജിയുടെയും കഥ ഈ നാട്ടുകാർക്കറിയാം. PKM സ്കൂൾ എന്ന് പറഞ്ഞ വിശാലമായൊരു സ്കൂള്, 5000-ഓളം കുട്ടികൾ പഠിക്കുന്നൊരു സ്കൂളുണ്ട് ഇവിടെ. സംസ്കൃതം ഭാഷ പഠിച്ചിരുന്ന ആ മുല്ലാജി അദ്ദേഹത്തിൻ്റെ ആ വാരിയർജിയുടെ വളരെ അടുത്ത ആളും സുഹൃത്തുമായിരുന്നു എന്നാണ്. മുസ്ലിം പണ്ഡിതന്മാർ മറ്റു മതക്കാരായ ആചാര്യന്മാരോടൊപ്പം ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും മതത്തിൻ്റെ കാര്യത്തിൽ മതത്തിൻ്റെ ആളുകൾക്ക് അത് വിട്ടുവീഴ്ചയില്ലാതെ മതമനുസരിച്ച് ജീവിക്കുകയും പൊതുസമൂഹത്തിൽ എല്ലാവരും ഒന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഉത്തരവാദിത്വം
മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമെന്ന പ്രമേയം ഉയർത്തിക്കൊണ്ട് SYS ഇവിടെ പ്ലാറ്റിനം ഇയർ ആഘോഷിക്കുമ്പോൾ, പ്ലാറ്റിനം ഇയർ പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ ആ രാഷ്ട്രീയത്തെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന കക്ഷി രാഷ്ട്രീയമോ അധികാരസ്ഥാനമോ അല്ല ഈ രാഷ്ട്രീയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും, മനുഷ്യനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്ന വിശാലമായ അർത്ഥമുള്ള രാഷ്ട്രീയമാണത്. ആ രാഷ്ട്രീയ ബോധം മനുഷ്യനില്ലാതിരിക്കുമ്പോഴാണ് അവൻ മയക്കുമരുന്നിൻ്റെ ആളായി മാറുന്നത്. അത് നാട്ടിൽ വ്യാപകമായി വരുന്നു. അതില്ലായ്മ ചെയ്യേണ്ടതുണ്ട്. ആ രാഷ്ട്രീയ ബോധം മനുഷ്യനില്ലാതെ വരുമ്പോഴാണ് അവൻ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ചിന്തകൾ വെച്ചു പുലർത്തുന്നത്. അതില്ലാത്ത സമയത്താണ് അവൻ അവനിലേക്ക് തന്നെ ചുരുങ്ങുകയും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നത്. ഉത്തരവാദിത്വം മനുഷ്യൻ അവനോട് തന്നെയുണ്ട്. അവൻ്റെ ശരീരത്തോടുണ്ട്, അവൻ്റെ കുടുംബത്തോടുണ്ട്, അവൻ്റെ നാടിനോടുണ്ട്, അവൻ്റെ സംസ്കാരത്തോടുണ്ട്, അവൻ്റെ പരിസ്ഥിതിയോട് അവന് ഉത്തരവാദിത്വമുണ്ട്. ഈ കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ബോധവൽക്കരിക്കുകയുമാണ് ഈയൊരു പ്രമേയം ഉയർത്തിപ്പിടിച്ചതിൻ്റെ ലക്ഷ്യം. ആരോഗ്യം, വഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖ, നിന്റെ ശരീരത്തിന് മേൽ നിനക്ക് ബാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. രാത്രിയിൽ ഉറങ്ങണം, പകലിൽ പണിയെടുക്കണം. ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീല, പകൽ അധ്വാനിക്കാൻ, കഠിനാധ്വാനം ചെയ്യാനുള്ളത് കൊണ്ട് രാത്രി നിനക്ക് വിശ്രമത്തിന് വേണ്ടിയുള്ളതാണ്. വജഅൽനൽ ലൈല ലിബാസ, രാത്രി ലിബാസാക്കിയിട്ടുണ്ട്. രാത്രി ഇരുൾ സൂര്യനെ മറച്ചുവെച്ച് ഉറങ്ങാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് രാത്രിയുടെ കുറഞ്ഞ ഭാഗം ഇബാദത്തിന് വേണ്ടി ചെലവഴിക്കണം, ബാക്കിയുള്ള സമയം വിശ്രമത്തിന് വേണ്ടി ചെലവഴിക്കണം. രാത്രി ഉറങ്ങാതെ ടെറഫുകളിൽ കളിക്കുന്ന ചെറുപ്പക്കാരി നാട്ടിലുണ്ട്. അവർക്കിനിയും കളിക്കളങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. പകൽ അവർക്ക് അവസരം കിട്ടാത്തത് കൊണ്ടായിരിക്കും പാതിരാത്രിയിൽ കളിക്കുന്നത്. പാതിരാത്രിയിൽ കളിക്കുന്നവൻ ആരോഗ്യത്തിന് വേണ്ടിയാണോ എങ്കിൽ അവൻ്റെ ആരോഗ്യം നശിക്കുകയാണ് ചെയ്യുന്നത്. ഉറക്കമൊഴിക്കുമ്പോൾ അവൻ കട്ടൻ ചായയും അതിൻ്റെ കൂടെ കിട്ടൻ ചായയും കുടിച്ചുകൊണ്ടാണ് കളിക്കുന്നത്. അതവരെ വീണ്ടും മയക്കുമരുന്നിലേക്ക്, ലഹരിയിലേക്കും മദ്യത്തിലേക്കും നയിക്കുകയാണ് ചെയ്യുക. കായിക വിനോദങ്ങൾ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാകണം. പാതിരാത്രികളിൽ തുറന്നു വെക്കുന്ന പൊരിച്ചുകൂടിയും ചപ്പാത്തിയും റെസ്റ്റോറൻറ്റുകൾ അല്ല വേണ്ടത്. വിദൂര ദിക്കുകളിൽ നിന്ന് സഞ്ചരിക്കുന്ന ഡ്രൈവർമാർക്ക് ഉറക്കം വരാതിരിക്കാൻ കട്ടൻ ചായയും ഒരു ഓംലെറ്റും അത് അവിടെ മതിയാകും. അത് പെട്ടിക്കടക്കാരൻ്റെ അവകാശമാണ്. അതിനുവേണ്ടി പാതിരാത്രികളിൽ തുറന്നു വയ്ക്കുന്ന വലിയ ഫാസ്റ്റ് ഫുഡിൻ്റെ ഹോട്ടലുകൾ ആവശ്യമില്ല. ഈ യുവസമൂഹത്തിന് വേണ്ടി, ഈ പറയപ്പെട്ട യുവസമൂഹത്തിന് വേണ്ടിയുള്ള റെസ്റ്റോറൻറ്റുകളാണ് വൈകുന്നേരം 3 മണിക്ക് തുറന്ന് പാതിരാത്രിയിലും പ്രവർത്തിക്കുന്നത്. ചെറുപ്പക്കാർ ഹോട്ടലുകളിലാണ്. ഈ നാടിൻ്റെ ഭാവി എന്തായിരിക്കും? ഈ നാടിൻ്റെ ആരോഗ്യ ഭാവി എന്തായിരിക്കും? ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യനുണ്ടാകണം. നീ കഴിക്കുന്ന ഭക്ഷണമാണ് നിൻ്റെ ആരോഗ്യം. ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം ഭക്ഷണവും വെള്ളവും വായുവും വ്യായാമവും വിശ്രമവും മാനസിക ഉല്ലാസവും എല്ലാം ചേർന്നിട്ടുള്ളതാണ്. തസ്കിയത്തുള്ളവനെ സമ്പൂർണ്ണ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. മനസ്സുകളിൽ കാമവും ക്രോധവും അസൂയയും അഹന്തയും അഹങ്കാരവും കടന്നുകൂടിയാൽ അതവൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് SYS മനസ്സ് ശുദ്ധീകരിക്കാനുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഏർലി ബേർഡ്സ് എന്ന് പറഞ്ഞ ഒരു പൊതു പ്ലാറ്റ്ഫോം എല്ലാവർക്കും വേണ്ടിയും ഇന്ന് രാവിലെ നമ്മൾ നടന്നത്, എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്, വ്യായാമങ്ങൾ ചെയ്യുന്നത്, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത്. രോഗം വർദ്ധിച്ച് ചികിത്സാ ചെലവുകൾ താങ്ങാൻ കഴിയാതെ ഓരോ ദിവസവും നമ്മൾ കാണുന്ന പുതിയ പുതിയ വീഡിയോകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? കിഡ്നി മാറ്റിവെക്കാൻ 15 ലക്ഷം, പ്രത്യേകമായ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി 18 കോടി,
ഇങ്ങനെ പറഞ്ഞ് ലക്ഷത്തിൻ്റെയും കോടിയുടെയും ആവശ്യങ്ങൾ വരുമ്പോൾ കേരളീയൻ്റെ നല്ല മനസ്സ് ആ ഗൂഗിൾ പേയിലേക്ക് പോകുന്നു, ആ അക്കൗണ്ടിലേക്ക് ദാനം കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ രോഗിക്ക് വേണ്ടിയാണോ യാചിക്കുന്നത്, ഹോസ്പിറ്റലിന് വേണ്ടിയാണോ യാചിക്കുന്നത്? പലപ്പോഴും രോഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധത്തിൻ്റെയോ ഡോക്ടർമാരുടെ സമയത്തിൻ്റെയോ ആശുപത്രിയുടെ 5 സ്റ്റാർ ആശുപത്രിയുടെ മുഴുവൻ സജ്ജീകരണത്തിൻ്റെയോ വില നോക്കിയാലും ഈ കാണുന്ന ബില്ലിൻ്റെ 1/5 വരില്ല എന്ന് ചില നിരീക്ഷകന്മാർ പറയുന്നുണ്ട്. പിന്നെ ആർക്കു വേണ്ടിയാണ് നാം യാചിക്കുന്നത്? നമ്മുടെ കൈകളിലൂടെ യാചിക്കുന്നത് അത്തരം ബില്ലുകൾ സൃഷ്ടിക്കുന്ന ആതുരാലയങ്ങളായിരിക്കണം. വളരെ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്ത് മനുഷ്യപ്പറ്റിൻ്റെ ചിന്തയുള്ള ഹോസ്പിറ്റലുകളെ വിസ്മരിച്ചുകൊണ്ടല്ല ഞാനീ പറയുന്നത്. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കേരളീയൻ്റെ ചികിത്സാ ചെലവ്, വ്യക്തിപരമായ ചികിത്സാ ചെലവുകൾ വളരെ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദേശീയ ശരാശരി 2600 രൂപയാണ് ഒരാളുടെ ഒരു വർഷത്തെ ചികിത്സാ ചെലവെങ്കിൽ കേരളത്തിൽ അത് 7889 രൂപയാണ്. നോക്കൂ, ഏകദേശം 4 ഇരട്ടിയോളം മറ്റു സംസ്ഥാനത്തുള്ള ഒരാളുടെ വ്യക്തിഗത ചികിത്സാ ചെലവിൻ്റെ 4 ഇരട്ടിയാണ് കേരളക്കാരൻ്റെ ചികിത്സാ ചെലവ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബജറ്റിൽ 10% ആരോഗ്യകാര്യത്തിന് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. ആരോഗ്യമേഖലയ്ക്ക് വളരെ സുസ്ഥിരമായ ബജറ്റ് ചെയ്തുകൊണ്ട് വലിയ സേവനം ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും സ്വന്തം കീശയിൽ നിന്ന് പ്രതിവർഷം 8000-ഓളം രൂപ ഓരോ മനുഷ്യനും ചെലവാക്കേണ്ടി വരുന്നുണ്ട്. ഞാൻ ഈ വർഷമൊന്നും ചെലവാക്കിയിട്ടില്ലോ ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. ഇവിടുത്തെ മനുഷ്യർ മൊത്തം ചെലവാക്കുന്നതിനെ ആളോഹരി അത് വിതരണം ചെയ്യുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയാണിത്. കേരളീയ കുടുംബങ്ങൾ മൊത്തം ചെലവിൻ്റെ 10.8% ചികിത്സാ ചെലവുകൾക്കായി മാറ്റിവെക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഗ്രാമീണ മേഖലയിലുള്ളവരാണ് നഗരവാസികളെക്കാൾ ആശുപത്രി ചെലവിന് മുന്നിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിരോധാഭാസമുണ്ട്. സർക്കാർ ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട സംസ്ഥാനങ്ങളിൽ വ്യക്തിഗത ചികിത്സാ ചെലവ് കുറയുകയാണ് പതിവെങ്കിലും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ചെലവ് വർദ്ധിക്കുന്നത് എന്ന കാര്യം നാം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്. ജീവിതശൈലി രോഗങ്ങളുടെ വർധനവാണ്. ഈ അടുത്തൊരാൾ പറഞ്ഞു, ഗൾഫിൽ നിന്ന് വരുന്നവൻ PSC മെമ്പറായിട്ടാണ് വരുന്നത് എന്ന്. പ്രഷർ, ഷുഗർ ആൻഡ് കൊളസ്ട്രോൾ, ഡയബറ്റിക് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ചോദിക്കും, ആർക്കാണ് മധുരം വേണ്ടത്? SYS പറഞ്ഞു, പഞ്ചസാര ആർക്കും വേണ്ട. മലപ്പുറം ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണത്, നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കൂ എന്ന്. മധുരമില്ലാത്ത ചായ ആർക്ക് വേണം എന്ന് ചോദിക്കുന്നതിന് പകരം മധുരം ആർക്കാണ് വേണ്ടത് എന്ന് ചോദിക്കുന്ന രീതി ഉണ്ടാക്കണം. ഇത് നമ്മുടെ വീടുകളിൽ നമുക്ക് പതിവാക്കാം, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ ഓഫീസുകളിൽ പതിവാക്കാം. പഞ്ചസാര രോഗത്തിൻ്റെ മഹാഹേതുവാണെന്ന് പറയാത്ത വൈദ്യന്മാർ ആരുമില്ല. അതുപോലെ ഹൈപ്പർ ടെൻഷൻ, പ്രഷർ കൂടുന്നു, കുറയുന്നു, ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീഴുന്നു, കൊളസ്ട്രോൾ വർദ്ധിക്കുന്നു. എന്താണ്? ജീവിതശൈലിയിലുണ്ടായ മാറ്റമാണ്. മുഹമ്മദീയ സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മദീനയിൽ ചികിത്സിക്കാൻ വേണ്ടി വന്ന വൈദ്യൻ ഓഫീസ് തുറന്ന് ഏറെ ദിവസം ഇരുന്നിട്ടും ആരും വരാതിരുന്നപ്പോൾ പുറത്തിറങ്ങി ജനങ്ങളുടെ ജീവിതശൈലി അന്വേഷിക്കുകയായിരുന്നു. ആരും മെഡിക്കൽ ഷോപ്പിലേക്ക്, ക്ലിനിക്കിലേക്ക് വരുന്നില്ല. ആ വൈദ്യന് കണ്ടെത്താൻ കഴിഞ്ഞത് എന്താണ്? ഇന്നാ ഉമ്മത്തുൻ ലാ നഅകുലു ഹത്താ നശ്ബഅ ഹത്താ നജൂഅ ലാ നഅകുലു ഹത്താ നജൂഅ. വിശപ്പില്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയില്ല. വഇദാ അകൽനാ മാ ശബിഅനാ, ഭക്ഷണം കഴിച്ചാലോ വയറ് നിറക്കുകയില്ല. അപ്പം മിതമായി ആഹാരം കഴിക്കുന്നവൻ, വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുന്നവൻ രോഗിയാവുകയില്ല. ആ ഡോക്ടർ അവിടെ നിന്ന് ക്ലിനിക്ക് ക്ലോസ് ചെയ്ത്
മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. പ്രഭാതത്തിൽ ഉണരുക എന്നത് ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മൻ സ്വല്ല സ്വലാത്തൽ ഫജ്രി ഫി ജമാഅത്തിൻ വഹുവ ഫി ദിമ്മത്തില്ലാഹ്, ജമാഅത്തായിക്കൊണ്ട് ഫജ്ർ നിസ്കാരം നടക്കണം. ബാബുൽ മശി, ബാബു ഫദ്ലിൽ മശി ഇലൽ മസാജിദ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു റിയാദുസ് സാലിഹീൻ ഹെഡിങ് കൊടുത്തത് കാണാം, മസ്ജിദിലേക്ക് കടന്നു പോകുന്നതിൻ്റെ മഹാത്മ്യം. രാവിലെയും രാത്രിയിലുമുള്ള നിസ്കാരങ്ങൾ, ലൗ യഅലമൂന മാ ഫിൽ അതബതി വഫി സുബ്ഹി ലഅതൗഹുമാ വലൗ ഹബ്വാ. ഇശാ നിസ്കാരവും സുബ്ഹി നിസ്കാരവും ജമാഅത്തായി നിസ്കരിക്കാൻ ഇഴഞ്ഞെങ്കിലും വരാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് അതിൻ്റെ മഹത്വം അവൻ അറിയുമ്പോഴാണ്. ജീവിതശൈലി മനുഷ്യൻ മാറ്റി. ഭക്ഷണത്തോടുള്ള ആർത്തി അല്ലെങ്കിൽ രുചിപ്രധാനമായ ഒരു ചിന്ത ഹെൽത്ത് മോട്ടീവിന് പകരം ടേസ്റ്റ് മോട്ടീവായി മനുഷ്യൻ മാറുമ്പോഴാണ് അവൻ കിട്ടുന്നതെല്ലാം വാരിവലിച്ച് തിന്നുന്ന രോഗിയായി സഞ്ചരിക്കുന്ന രോഗത്തിൻ്റെ ഭണ്ഡാരമായി മനുഷ്യൻ മാറുന്നത്. അതുകൊണ്ടാണ് ഈ ചികിത്സാ ചെലവുകൾ മലയാളിക്ക് വർദ്ധിച്ചു വരുന്നത്. 20% വരും കേരളത്തിലെ പ്രമേഹ രോഗികളുടെ എണ്ണം. 100 ആളുണ്ടെങ്കിൽ 20 പേർ പ്രമേഹ രോഗികളാണ്. 1/3 പേർക്ക് രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ 30% മുകളിൽ വരും. വർഷാന്തം 60,000 പേർക്ക് ക്യാൻസർ രോഗം ഇവിടെ വരുന്നുണ്ട്. 2020 57,155 പേരിലും 2022 51,149 പേരിലും പുതുതായി ക്യാൻസർ കണ്ടെത്തിയിട്ടുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. 100,000 പേരിൽ 136.6 ആയിരുന്നു 2016 ഉണ്ടായിരുന്നത് എങ്കിൽ അത് 2022 ആകുമ്പോഴേക്ക് 169 വർദ്ധിച്ചു. 100,000 പേരിൽ 169 പേർ ക്യാൻസർ രോഗികളാണ്. ക്യാൻസർ മൂലം മരിച്ചവരുടെ എണ്ണം 2020 31,166 ആണെങ്കിൽ 2022 അത് 32,271 ഉയരുകയാണ്. ക്യാൻസർ വർദ്ധിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതെല്ലാം എന്ത് കാരണങ്ങളുണ്ടെങ്കിലും ആ കാരണങ്ങളിൽ നിന്ന്, വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയും ഇവിടുത്തെ മറ്റു പൊടിപടലങ്ങളും, ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അതിൻ്റെ ഇടയിലെല്ലാം ജീവിക്കുമ്പോഴും അവൻ ആരോഗ്യവാനായി തീരുന്നത് ജലനേന്ദ്രിയ ചെയ്യുമ്പോഴാണ്, വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോഴാണ്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോഴാണ്, മുഖവും മുൻകൈയും നീളം കൈമുട്ടുവരെയും കാലുമെല്ലാം 5 നേരം കഴുകി വൃത്തിയാക്കുമ്പോഴാണ്, ബിസ്മിയും ഹന്തും ചൊല്ലിക്കൊണ്ട് ദിക്റുകൾ ഉരുവിട്ടുകൊണ്ട് അവൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ മാർഗത്തിലാകുമ്പോൾ അള്ളാഹുവിന് പ്രതിരോധം കൊടുക്കുന്നു, കാവൽ നൽകുന്നു. ഈ കാര്യങ്ങളിലൊക്കെ മനുഷ്യൻ വിട്ടുപോകുമ്പോഴാണ് അവൻ രോഗിയായി മാറുന്നത്. സ്വകാര്യ ആശുപത്രികളിലെ അനിയന്ത്രിതമായ ചികിത്സാ ഫീസ് വലിയൊരു പ്രശ്നമാണ്. ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഹോട്ടലുകളിൽ പൊറോട്ടയും മീൻകറിയും കപ്പയും ചായയും ബോർഡ് എഴുതി വെക്കുന്നത് പോലെ ആശുപത്രിയിൽ ഇന്ന രോഗത്തിന് ഇന്ന ചികിത്സയ്ക്ക് ഇത്ര രൂപ എന്ന് ബോർഡ് വെക്കണം എന്ന് നിയമം ഉണ്ട്. ഏതെങ്കിലും ആശുപത്രിയിൽ നമ്മൾ അങ്ങനെയുള്ള ബോർഡ് കണ്ടിട്ടുണ്ടോ? ആളനുസരിച്ച് ബില്ലിടുന്ന ആശുപത്രികൾ വരെയുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം നമ്മൾ സംസാരിക്കേണ്ടത്. മനുഷ്യൻ്റെ അവസ്ഥ നോക്കിയിട്ട് ഒരു മയ്യത്ത് കൊണ്ടുപോകണമെങ്കിൽ ബില്ലടച്ചതിന് ശേഷമേ കൊണ്ടുപോകാവൂ. ആശുപത്രിക്കാരെ ക്രൂശിക്കരുത്. ആശുപത്രിക്കാരും വളരെ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, എനിക്കറിയാം. ലോൺ എടുത്ത് ആശുപത്രികൾ ഉണ്ടാക്കിയവർ, അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആശുപത്രികൾ ഉണ്ടാക്കിയവർ, അവിടെ വരുന്ന മെഷീനുകൾ അമേരിക്കയുടെയും ജർമ്മൻ്റെയും നിർമ്മിച്ച മെഷീനുകൾ 6 കോടിയും 10 കോടിയും വിലയുള്ള മെഷീനുകൾ 2 വർഷം കഴിഞ്ഞാൽ കാലഹരണപ്പെട്ടു പോകും. അതിനിടയിൽ ഉപയോഗിച്ച് തീർക്കണം. ഇത്തരം പരിശോധനകൾ ആവശ്യമുണ്ടോ? അല്ലാതെ തന്നെ ചികിത്സിക്കാൻ മനുഷ്യന് സാധിക്കുമോ? കൊച്ചു കൊച്ചു രോഗങ്ങൾക്ക് പോലും വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നൊരു ബോധം സാധാരണക്കാരിൽ ഉള്ളത് കൂടിയാണ് ഈ ചെലവുകൾ വരാനുള്ളൊരു കാരണം. അതിനൊക്കെ സാധാരണ തൊട്ടുവിദ്യകൾ എന്ന് പറയുന്നത് അത് അറിവ് തന്നെയാണത്. വല്യമ്മ പറഞ്ഞ വൈദ്യമാണ്, അവരുടെ ഉമ്മയിൽ നിന്ന് കേട്ട വൈദ്യമാണ്. നമ്മുടെ നാട്ടിലുള്ള ധാരാളം പച്ചിലകൾ
വേരുകൾ. ഇല പൊട്ടിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന വെളുത്ത കറ പലതും നമ്മുടെ മുറിവ് പൂട്ടാനും നമ്മുടെ വയറ്റിൻ്റെ സ്തംഭനം മാറ്റാനും ശ്വാസം മുട്ടിൻ്റെ തകരാറ് തീർക്കാനും എല്ലാം ഉള്ള ഔഷധങ്ങളുണ്ട്. അത്തരം ഔഷധങ്ങളൊന്നും ഉപയോഗിക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല. അതിനുകൂടി നാം തയ്യാറാകേണ്ടതുണ്ട്. അത്തരം അറിവുകൾ നമുക്കുണ്ടാകണം. ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ നമുക്ക് ഉറച്ച അസുമുണ്ടാകണം, ഉറച്ച തീരുമാനമുണ്ടാകണം. ഞാൻ എന്തു തിന്നണം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാകണം എന്ന് നാം ഉറക്കണം. ആതിഥ്യമര്യാദയിൽ എവിടെയെങ്കിലും ചൊല്ലുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ചില കാട്ടിക്കൂട്ടലുകളൊക്കെ ചെയ്ത് അപ്പോഴും കൊണ്ടുവച്ചതെല്ലാം ഞാൻ തീർക്കാൻ വേണ്ടിയല്ല, ഞാനതൊന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയാണ് എന്ന് വീട്ടുകാരനും മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഞാനൊരിക്കൽ തലശ്ശേരി ചെന്നപ്പോൾ ഒരു സുഹൃത്ത് ഒരു തളികയിൽ ഭക്ഷണം കൊണ്ടുവന്നു. ആ തളികയിൽ തന്നെ ചെമ്മീനുണ്ട്, കോഴി പൊരിച്ചതുമുണ്ട്, മട്ടനുമുണ്ട്. ഞാൻ ചോദിച്ചതെല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ എന്തിനാ? അത് വട്ടത്തിലിരിക്കുന്നവർ ചിലർക്ക് ആട് വേണം, ചിലർക്ക് കോഴി വേണം, ചിലർക്ക് മീൻ വേണം. അപ്പം ഞാൻ തന്നെ മൂന്നും കഴിക്കേണ്ടതില്ലല്ലോ. എന്തു തിന്നണം, എപ്പോൾ തിന്നണം എന്നത് നാം മനസ്സിലാക്കണം. ആരോഗ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധവൽക്കരണവും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും ഉണ്ടാകണം. കേരള മുസ്ലിം ജമാഅത്തിന് കീഴിൽ ഇൻഷാ അല്ലാഹ് ഈ മേഖലയിൽ വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. SYSൻ്റെ പ്ലാറ്റിനം ഇയർ അവസാനിക്കുമ്പോൾ മുസ്ലിം ജമാഅത്തിൻ്റെ ബൃഹത്തായ പദ്ധതികളാണ് നമ്മളിലേക്ക് വരുന്നത്. ആരോഗ്യം, ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സലാസുൻ മുഹ്ലികാത്ത്, 3 നാശങ്ങളുണ്ട്. അതിലൊന്ന് വിശക്കാതെ ഭക്ഷണം കഴിക്കലാണ്. ദവാമു മുദാമത്തിൻ വദവാമു വത്ഇൻ വഇദ്ഖാലു ത്വആമി അല ത്വആമി. വിശക്കാതെ ഭക്ഷണം കഴിക്കുക എന്നത് മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമാണ്. മരുന്ന് കുടിക്കുക, നിത്യമായ മരുന്ന് കുടിക്കുക എന്ന് പറയുന്നതും അതും രോഗം തന്നെയാണ്. മരുന്നല്ല, ഭക്ഷണമാണ് കഴിക്കേണ്ടത്. തൻ്റെ ഭക്ഷണം ശുദ്ധമായിരിക്കണം. അതിനുവേണ്ടി മനുഷ്യൻ അവൻ്റേതായ കൈകൊണ്ട് തന്നെ അധ്വാനിച്ച് കൃഷി ചെയ്ത് അവൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം. ഈ നാട് മലപ്പുറത്തിൻ്റെ പടിഞ്ഞാറ് കടലോരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മസ്ജിദുകളും അതിനോടനുബന്ധിച്ചുള്ള കുബ്ബകളും അതിനടിയിൽ അന്തിയുറങ്ങുന്ന മഹത്തുക്കളും അവർ നമ്മോട് പറയുന്നത് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആശയങ്ങൾ എല്ലാവർക്കും ഇട്ടുകൊടുക്കണം, എല്ലാവർക്കും വേണ്ടി ജീവിക്കണം എന്നാണ്. രോഗികളെ ചികിത്സിക്കുക എന്നത്, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക എന്നത്, അവർക്ക് മന്ത്രി ചൂതിക്കൊടുക്കുക എന്നത്, അവർക്ക് ഔഷധങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുക എന്നത് ഈ ആത്മീയ ഗുരുക്കന്മാരുടെ ചര്യകളിലും നമുക്ക് എന്തുകൊണ്ടാണ് കാണാൻ കഴിയുന്നത്? ആരോഗ്യം മുഖ്യമാണ്. ആരോഗ്യമുള്ളവനെ ഇബാദത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് ആരോഗ്യമുള്ളവനെയാണ്. ആരോഗ്യമുള്ളവനാണ് ആരോഗ്യമില്ലാത്തവനേക്കാൾ പ്രവർത്തിക്കാൻ കഴിയുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. രോഗികൾക്ക്, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവർക്ക് വീൽ ചെയറും ഊന്നുവടിയും, കിടപ്പ് രോഗികൾക്ക് വാട്ടർ ബെഡും എയർ ബെഡും കൊടുക്കുന്ന സാന്ത്വനം, സൗജന്യമായ മരുന്നും മെഡിക്കൽ കാർഡും തിരുവനന്തപുരം RCCയുടെ സമീപത്തുൾപ്പെടെ കേരളത്തിലെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾക്ക് സമീപത്ത് ഉള്ള സാന്ത്വന കേന്ദ്രങ്ങൾക്ക് എല്ലാം പുറമെ ആരോഗ്യമുള്ളവന് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ആവശ്യം എന്ന് പഠിപ്പിക്കുകയാണ്. എണ്ണ തേച്ച് കുളിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. കുലു സൈത വദ്ദഹിനു ബിഹി, എണ്ണ കുടിക്കുകയും വേണം, എണ്ണ പുരട്ടുകയും വേണം എന്ന് പഠിപ്പിച്ചു. ഇന്ന് എണ്ണ തേൽക്കുന്ന മനുഷ്യന്മാരെവിടെയാണുള്ളത്? ഷാംപൂ, മോയ്സ്ചറൈസിങ്, പലതരത്തിലുള്ള പുതിയ പുതിയ കെമിക്കലുകൾ കൊണ്ടുവന്ന് തലയിലും ശരീരത്തിലും പുരട്ടുകയാണ്. നാം പടിഞ്ഞാറിന് പിന്നാലെ, ഫാഷനും ട്രെൻഡിനും പിന്നാലെ പോവുകയാണ്. എണ്ണ തേക്കുന്ന ശരീരത്തിന് എണ്ണ കുടിക്കണം എന്ന് പറയുമ്പോൾ എണ്ണ കടിയാക്കിയിട്ട് വറുത്തിട്ടാണ് കഴിക്കുന്നത്. അതാണ് രോഗമായി മാറുന്നത്. എണ്ണയായി കുടിക്കണം എന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യശീലങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും, അത് വിശദമായി പറയേണ്ട ഒരു സമയവും അല്ല, സന്ദർഭവും അല്ല. അതുകൊണ്ട് ആരോഗ്യമേഖലയിലേക്ക്, അതുപോലെ ഈ നാടിൻ്റെ ആവശ്യങ്ങൾ ഓരോന്നും കണ്ടറിഞ്ഞും മനസ്സിലാക്കിയും
യുവാക്കൾ നാടുവിട്ടു പോകുന്നുണ്ടെങ്കിൽ മറ്റു നാട്ടുകാർ ഇങ്ങോട്ട് വരാനും സാംസ്കാരിക കൈമാറ്റത്തിനും അവസരം ഒരുക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് SYS ഈ മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം പറയുന്നത്, ഉത്തരവാദിത്വത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നത്. ഈ നാടിൻ്റെ കാവലാളാകാൻ നമുക്ക് സാധിക്കണമെന്ന സന്ദേശമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഈമാനോടെ മരിക്കണം, ഈമാനോടെ മരിക്കണം, വിശ്വാസം നഷ്ടപ്പെട്ടു പോയിക്കൂടാ. അതിനുവേണ്ടിയാണ് SYS ഇവിടെ ആദർശത്തിൻ്റെ സമ്മേളനങ്ങൾ, ആദർശ പഠനത്തിനു വേണ്ടിയുള്ള ക്യാമ്പയിനുകളും കോഴ്സുകളും സംഘടിപ്പിക്കുന്നത്. എല്ലാവരും പ്ലാറ്റിനം ഇയർ പ്രോഗ്രാമിൻ്റെ കൂടെയുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ മാനവ സഞ്ചാരത്തിനു വേണ്ടി വളരെ സ്നേഹത്തോടെ ഒരുമിച്ച് കൂടിയ മഹാ സഹോദരങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.